ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രകാശം വീണ്ടും വിക്രത്തിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുന്നു കേട്ടോ. അപ്പൊ ജയിലിലെത്തുന്ന വിക്രം പറയുന്നുണ്ട്, എടോ തന്റെ ഒരു കാലിനല്ലേ പരിക്കുള്ളൂ, മറ്റേ കാലിന് ആവതൊക്കെ ഉണ്ടല്ലോ. തന്നെ ആ കാല് കൊണ്ട് പറ്റുന്നവരെയൊക്കെ ചവിട്ടി കൊല്ലാൻ നോക്കണോ, എന്നാലേ തന്നെ ഞാൻ അച്ഛനായിട്ട് അംഗീകരിക്കുള്ളൂ എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ പ്രകാശാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. പ്രകാശൻ അവിടെ വെച്ചിട്ട് വിക്രത്തിന്റെ എന്ന് പറഞ്ഞ മകനെ ഉപേക്ഷിച്ച് പ്രകാശാണ് പടി ഇറങ്ങാണ്. വീണ്ടും അമ്പലത്തിലേക്ക് പോവാണ് പ്രകാശൻ. അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട്. പ്രകാശോട് പറഞ്ഞിട്ട്, പ്രകാശ നീ അമ്പലത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, നീ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. കല്യാണി മോളെ നീ നെഞ്ചത്തെടുത്ത് വെക്കടാ, അങ്ങനെയാണെങ്കിൽ നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. ദൈവത്തിന് മുമ്പിൽ പോലും ഇരിക്കേണ്ട ആവശ്യമില്ല. നീ തെറ്റ് ചെയ്തതിനെയൊക്കെ പശ്ചാത്തപിച്ച് നീ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തുവാണെങ്കിൽ നിന്റെ കൂടെ ദൈവം ഉണ്ടാവോടാ എന്നൊക്കെ പറയാണ്. പ്രകാശൻ അത് ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രകാശൻ നേരെ പോയിട്ട് ഗംഗാനദിയിലൊക്കെ ആ പാപങ്ങളൊക്കെ ഒഴുക്കിക്കളഞ്ഞതിനു ശേഷം പുതിയൊരു പ്രകാശനായിട്ട് വരുവാണ്. അതേസമയം ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ കിരണിനോടും കല്യാണിയോടും പറയുന്നുണ്ട്, കിരണെ കല്യാണി എല്ലാവരും സൂക്ഷിക്കണം. ഗംഗപ്രസാദും വിക്രവും ഒരേ ജയിലിലാണല്ലോ കിടക്കുന്നത്. അവർ രണ്ടുപേർക്കും ഒരേ സമയത്താണ് പരോള് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാവരും അവരെ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.